Hi friends, welcome to Mia's Food. നമുക്കിന്നെങ്ങനെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മട്ടൻ റോസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മട്ടൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മട്ടൻ വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം മട്ടൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് കണ്ടില്ലേ ഞാൻ കുരുമുളക് ഒരു 5-6 കുരുമുളകിൻ്റെ മണി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഈ സ്റ്റാർ പോലെ ഉണ്ടാവില്ലേ മസാലയിൽ അത്, പെരിഞ്ചീരകം, ഇത് ജാതിപത്രിക, ഇത് കറിയാമ്പൂ, ഇത് ഏലക്കായ, ഒരു കഷ്ണം പട്ട, ഇതൊക്കെ ഇട്ടിട്ട് ഈ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ലോ ഫ്ലെയിമിൽ വെച്ചപ്പോൾ നമ്മുടെ മട്ടൻ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മട്ടൻ വേവിച്ചെടുത്തതാണിത്. ഇനി നമുക്കിതിന് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ഒരു ടൊമാറ്റോയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കറി ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തെടുത്തതും ഇഞ്ചി കട്ട് ചെയ്തെടുത്തതുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. അപ്പോൾ നമുക്ക് ഇത് മട്ടൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള മസാലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ഒരു 1.25 ടേബിൾ സ്പൂണും, മഞ്ഞൾപ്പൊടി ഒരു 1.25 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഓൾറെഡി വേവിക്കുമ്പോൾ ഉപ്പിട്ടുള്ള കാരണം കുറച്ച് ഉപ്പ് മസാലയ്ക്ക് വേണ്ടിയിട്ട് സബോളയൊക്കെ വാട്ടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് ഉപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 1/4 ടേബിൾ സ്പൂൺ വരുന്ന മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഗരം മസാലയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മസാലകൾ ഞാൻ ഇതിലേക്ക് ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പട്ട, കറിയാമ്പൂ, ജാതിപത്രിക, കുരുമുളക്, ഏലക്കായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ പെരിഞ്ചീരകം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ഗരം മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഓയിൽ ഫ്രൈ പാനിൽ വെച്ചിട്ട് നമുക്ക് മട്ടൻ എങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂണാണ് വരുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കറി ലീവ്സും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ കുറച്ച് ഇതൊന്ന് വാടി വരുമ്പോൾ ഇട്ട് കൊടുക്കാൻ മതി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ടൈമിൽ ബിരിയാണിക്കുള്ള അരി നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പിൽ 3 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായി കഴുകി കൊടുക്കണം. കഴുകി കൊടുക്കുമ്പോൾ നന്നായി തിരുമ്പി കഴുകാണ്ട് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കൊടുക്കണം. അതായത് നന്നായി ഇങ്ങനെ തിരുമ്പി കഴുകിയിട്ടുണ്ടെങ്കിൽ റൈസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അരിയൊക്കെ വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോസൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക്, മല്ലി, മഞ്ഞളും ഗരം മസാലയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ മസാല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ അരി അളന്ന ഗ്ലാസ്സിലാണ് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തത് വെച്ച് വരുമ്പോൾ കുറച്ചും കൂടി ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ ഗ്രേവി പോലെ നല്ല റോസ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട്, അതായത് നല്ലൊരു തിക്ക് കോട്ടിങ് നമ്മുടെ മട്ടനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ റോസ്റ്റ് ഇതുപോലെ സവോള ഒക്കെ ഉണ്ടില്ലേ, ഇത് വെള്ളത്തിൽ കിടന്ന് തിളക്കുന്നുണ്ട്. ഇത് വെച്ച് വരുമ്പോൾ അങ്ങനെ കുറച്ചായിട്ട് 2 പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ ഒഴിച്ചു, 1 പ്രാവശ്യം കൂടി ഒഴിക്കും. പിന്നെ ഇനി ഒഴിച്ചിട്ട് നമ്മൾ തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് മട്ടൻ കൊടുക്കാം. ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കാം.
നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന കാരണം കേട്ടോ മട്ടനിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മട്ടൺ റോസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം മട്ടൺ വേവിച്ചെടുത്ത ആ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് അരി വേവിക്കുന്നതിൽ മിക്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണമാണ് ഇതിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കായിരുന്നു. അത് മട്ടൺ വേവിച്ചെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇരുന്നിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ബിരിയാണിയുടെ അരി അളന്നെടുത്തത് ഈ ഗ്ലാസ്സിലായിരുന്നു, നമ്മൾ 3 ഗ്ലാസ്. അപ്പോൾ അത് കാരണം അതിന് വേണ്ടിയിട്ട് അത് നമ്മളിപ്പോൾ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെള്ളത്തിൽ നിന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് ഒരു സ്റ്റെയിനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് അരി. അപ്പം ഞാൻ അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ് സെയിം ഗ്ലാസ്സിലെ 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഈ അരിക്ക് ആവശ്യമായിട്ടുള്ളത്, ഈ ജീരകശാല അരി നമുക്ക് ബിരിയാണിക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ആ റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ ഒരു ഹാഫ് ലൈമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും ആ വെള്ളത്തിലേക്ക്. പിന്നെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. 2 ഏലക്കായും 2 പട്ട, 2 പീസ് ഏലക്കായ, ഗ്രാമ്പു, പെരിഞ്ജീരകം കുറച്ച്, അതായത് ഒരു 5-10 മതി. പിന്നെ ഒരു 5-8 കുരുമുളക്, പിന്നെ സ്റ്റാർ ഇല്ലേ നമ്മുടെ ഈ മസാലയിലുള്ളത്, അതിൻ്റെ 2-3 അല്ലി, അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സർവ്വസുഗന്ധിയുടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു സ്പൂൺ ഗീയും കൂടി ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുതിനയില ചോപ്പ് ചെയ്തിട്ടുണ്ട്. പുതിനയില ചോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ തണ്ട് ഇടാൻ പാടില്ല. ഇപ്പോൾ ഒരു കയ്പ്പ് രസം എടുക്കും, വില മാത്രം നുള്ളി എടുത്തിട്ട് വേണം ചോപ്പ് ചെയ്യാൻ. മല്ലിയിലയിൽ ഞാൻ തണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് രണ്ടും കുറേശ്ശെ നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ ഈ സവോളയാണ്, ഇത് 2 മീഡിയം സൈസ് സവോളയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്കൊരു നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കണം. അപ്പോൾ ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഗീയിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസും കിസ്മിസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ 5 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഈ ബൗളിലേക്ക് അടുപ്പത്ത് വെച്ചപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചുള്ളത്. ബാക്കിയുള്ളതിൽ നമ്മുടെ ഈ മട്ടൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഇതിൽ 1/2 കപ്പ് ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ 5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിരിയാണിക്ക് മട്ടൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഈ റൈസിന് വേണ്ടിയിട്ടാണ് ഞാനത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഉപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു ലൈം എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ലൈം ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയുടെ ഇല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് സ്മെല്ല് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക്, നമ്മൾ സ്റ്റെയിനറിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് 1 സ്പൂൺ ഗീയും കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പൈനാപ്പിളിൻ്റെ എസൻസ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂൺ. ഞാൻ പറയാൻ വിട്ടുപോയി, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ കട്ട് ചെയ്തതും കൂടി നമുക്കിത് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നന്നായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് സവോള ഫ്രൈ ചെയ്ത് കൊടുക്കാം. പാൻ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം സവോള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് സവോള ഫ്രൈ ചെയ്യാനായിട്ട് മുന്നേ കുറച്ച് കാഷ്യൂസ് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. ഗീ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഗീ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും, കുറച്ച് മധുരം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സവോള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ ആവേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആയിട്ട് ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ നന്നായി മുരിച്ചിലാക്കിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ പോലത്തെ ഒരു രസം എടുക്കും. അപ്പോൾ നമുക്കത് ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക്, ഒരു ബൗളിലേക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റിന് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമുക്കൊരു പാന് സ്റ്റൗന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം, ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗീ മെൽറ്റ് ആകുമ്പോൾ ഞാൻ ആദ്യം തന്നെ മട്ടൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മട്ടൻ മസാലയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പകുതി റൈസ് അതിൽ ഇട്ട് കൊടുത്തു. ബാക്കി റൈസിലേക്ക് കുറച്ച് ഫുഡ് കളറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഞാൻ റൈസ് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് മുഴുവൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അടി കട്ടിയുള്ള പാത്രം, ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അടി നന്നായി കട്ടിയുള്ളത് ഇട്ട് കൊടുക്കണം. നമുക്കിതൊരു 10-15 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 10 മിനിറ്റിന് മേലെ നമുക്ക് ദം ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കൊടുക്കും. കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും വേണം. അപ്പം അടുത്ത നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.